പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്നത് നിത്യനവമായ പെന്തക്കൊസ്തി അനുഭവത്തിലേക്ക് മിസ്റ്റിക്കൽ ധ്യാന മാർഗത്തിലൂടെ എങ്ങനെ വളരാം എന്നതിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെക്കുറിച്ചുമാണ്. മിസ്റ്റിക്കൽ ധ്യാന പാതയിലൂടെ മുന്നേറുന്നതിന് 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതാണ്. 1. നല്ല ഒരുക്കത്തോടെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടെ പെന്തക്കൊസ്തി ഒരുക്ക പ്രഭാഷണങ്ങളിൽ പറഞ്ഞ തിരുവചന ഭാഗങ്ങളും സീനായ് ഉടമ്പടിയും നമ്മോടുകൂടെയുള്ള ഒരിക്കലും വേർപിരിയാത്ത ദൈവ സാന്നിധ്യവും ദൈവ മനുഷ്യ ഉടമ്പടി ബന്ധവും ക്രിസ്തു സംഭവവും പെന്തക്കൊസ്തി അനുഭവത്തിലേക്ക് നമ്മെ നയിക്കാൻ സഹായകമായ മറ്റ് തിരുവചന ഭാഗങ്ങളുമെല്ലാം വായിച്ചു പഠിച്ച് പ്രാർത്ഥനാപൂർവം കർത്താവിനോട് ആലോചിച്ച് പരിചിന്തനം ചെയ്യുക. 2. ദൈവ സാന്നിധ്യവും സാമീപ്യവും സംസർഗവും അനുഭവിച്ച് ഹൃദയപൂർവമായ നിരന്തര പ്രാർത്ഥനയോടും ദൈവാത്മ പ്രേരിതമായ പ്രാർത്ഥനകളോടും കൂടെ തിരുമുമ്പിൽ വ്യാപരിക്കുക. 3. പരിശുദ്ധ അമ്മയെപ്പോലെ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന വിശ്വാസ സമർപ്പണത്തോടെ വചന സന്ദേശങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിധി പോലെ സൂക്ഷിച്ച് നിരന്തരം ധ്യാനിക്കുക. 4. ഇപ്രകാരമുള്ള നിരന്തര പ്രാർത്ഥനയോടും ധ്യാനത്തോടും കൂടെ യാമ പ്രാർത്ഥനകളിലും പരിശുദ്ധ കുർബാനയിലും സംബന്ധിക്കുക. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മിലും നമ്മുടെ ഇടയിലും നിറവേറുകയും നിത്യനവമായ പെന്തക്കൊസ്തി അനുഭവത്തിലേക്ക് ദൈവം നമ്മെ നയിക്കുകയും ചെയ്യും. 5. ഇപ്രകാരം ധ്യാന സ്നേഹ ജ്ഞാന മാർഗങ്ങളിലൂടെ മുന്നേറി ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിച്ച് തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിന് സാക്ഷ്യം നൽകുക. ഈ 5 കാര്യങ്ങളും മിസ്റ്റിക്കൽ ധ്യാന പാതയിൽ മുന്നേറുമ്പോൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതോടൊപ്പം മിസ്റ്റിക്കൽ ധ്യാനത്തിന്റെ ചില പ്രധാന സവിശേഷതകൾ കൂടെ ഇവിടെ നാം ചിന്താ വിഷയമാക്കുന്നത് നിത്യനവമായ പെന്തക്കൊസ്തി അനുഭവത്തിലേക്ക് വളരുന്നതിന് ഏറെ സഹായമാകും. മിസ്റ്റിക്കൽ ധ്യാന പാതയിലെ പ്രധാന സവിശേഷതകൾ: 1. ദൈവം മുൻകൈയെടുത്ത് നയിക്കുന്ന ആത്മീയ പാതയാണ് മിസ്റ്റിക്കൽ മാർഗം. നമ്മുടെ പൂർണ്ണമായ സഹകരണവും ദൈവ തിരുമനസ്സിനോടുള്ള പൂർണ്ണ വിധേയത്വവും ആവശ്യമാണ്. 2. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് പുത്രൻ തമ്പുരാനോടൊത്ത് ദൈവത്തിന്റെ പരിപൂർണതയിലേക്കും പരിശുദ്ധ ത്രിത്വത്തിന്റെ സ്നേഹ കൂട്ടായ്മയിലേക്കുമുള്ള ഒരു തീർത്ഥാടനമാണ് മിസ്റ്റിക്കൽ മാർഗം. 3. ദൈവത്തിനു വേണ്ടിയുള്ള തീഷ്ണമായ ദാഹം അഥവാ ആഗ്രഹമാണ് മിസ്റ്റിക്കൽ മാർഗത്തിന്റെ മറ്റൊരു പ്രത്യേകത. പശുവിന്റെ പാൽ മുഴുവൻ കറന്നെടുത്തിട്ട് പശുക്കുട്ടിയെ അഴിച്ചുവിടുമ്പോൾ അത് ചെന്ന് പാൽ കുടിക്കാൻ നോക്കിയിട്ട് കിട്ടാതെ വരുമ്പോൾ അമ്മയുടെ ആകിടത്ത് ഇടിക്കുമ്പോൾ അത് കുഞ്ഞിന് പാൽ ചുരത്തി കൊടുക്കുന്നത് പോലെയാണ് മിസ്റ്റിക്കൽ മാർഗം. ദാഹത്തോടെ തന്നെ നോക്കി വിളിക്കുന്നവർക്ക് ദൈവം സമൃദ്ധമായ ദൈവജ്ഞാനമാകുന്ന പാൽ ചുരത്തിത്തരും. 4. ദൈവം നമുക്ക് സമീപസ്ഥനാവുകയും നമ്മോട് നേരിട്ട് ബന്ധപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ ദൈവ സാമീപ്യ അനുഭവവും ദൈവസ്നേഹ തീഷ്ണതയും അനുഭവപ്പെടും. 5. ദൈവം നമ്മോട് നേരിട്ട് ബന്ധപ്പെടുന്നത് പോലെ നമുക്കും ദൈവത്തോട് നേരിട്ട് ബന്ധപ്പെടാനും ദൈവത്തെ നേരിട്ട് അനുഭവിക്കാനും സാധിക്കുന്നു. 6. ആശയപരമായ അറിവിനും വിഷയജ്ഞാനത്തിനും അപ്പുറം മിസ്റ്റിക്കൽ മാർഗം നമ്മെ ദൈവവുമായുള്ള ബന്ധത്തിലേക്കും സമൃദ്ധവും വൈവിധ്യമാർന്നതുമായ ദൈവാനുഭവത്തിലേക്കും നയിക്കും. 7. മിസ്റ്റിക്കൽ മാർഗത്തിലൂടെ മുന്നേറുമ്പോൾ നമ്മെ ഉള്ളിൽ നിന്ന് രൂപാന്തരീകരിക്കുന്ന സമൃദ്ധമായ ദൈവകൃപയുടെ ഇടപെടലുകൾ ജീവിതത്തിലുണ്ടാകും. 8. മിസ്റ്റിക്കൽ മാർഗം നമ്മെ വചന വിചിന്തനത്തിൽ നിന്ന് ദൈവാത്മ പ്രേരിതമായ പ്രാർത്ഥനയിലേക്കും ദൈവനിവേശിതമായ ഉൾക്കാഴ്ചകളിലേക്കും മിസ്റ്റിക്കൽ അവേക്കനിങ്ങിലേക്കും നിശബ്ദ ധ്യാനത്തിലേക്കും ദൈവ ഐക്യത്തിലേക്കും പടിപടി
പടിയായി ഉയർത്തും. 9. ആത്മാവിൽ ജ്വലിക്കുന്നവരായി തീഷ്ണതയിൽ മാന്യം കൂടാതെയുള്ള പ്രേക്ഷിത ശുശ്രൂഷയിലേക്കും മിസ്റ്റിക്കൽ മാർഗം നമ്മെ നയിക്കും. അനുഭവിച്ചാൽ സാക്ഷ്യപ്പെടുത്താതിരിക്കാനാവില്ല, പങ്കുവയ്ക്കാതിരിക്കാനാവില്ല. മിസ്റ്റിക്കൽ പാതയിലെ ഈ അനുഭവങ്ങളെല്ലാം ഒരുമിച്ച് ഒറ്റയടിക്ക് ഉണ്ടാകുന്ന കാര്യമല്ല. ക്രമാനുഗതമായ വളർച്ചയുടെ പാതയുണ്ടിതിന്. എ ഗ്രാജുവൽ ആൻഡ് സ്പോണ്ടേനിയസ് ഗ്രോത്ത്. മിസ്റ്റിക്കൽ മാർഗത്തിൽ ശ്രദ്ധിക്കേണ്ട മുകളിൽ പറഞ്ഞ 5 കാര്യങ്ങളും ഈ 9 സവിശേഷതകളും നിരന്തരം ധ്യാനിച്ചാൽ നിത്യനവമായ പെന്തക്കോസ്തി അനുഭവത്തിലേക്ക് അതിവേഗം നമുക്ക് വളരാൻ കഴിയും. യഹൂദ ദൈവദർശനത്തിലെ മർമ്മപ്രധാനമായ 2 കാര്യങ്ങളാണ് തന്റെ ജനത്തിന്റെ കൂടെയുള്ള ഒരിക്കലും വേർപിരിയാത്ത ദൈവ സാന്നിധ്യവും ഉടമ്പടി ബന്ധവും. ഗോഡ്സ് എബൈഡിംഗ് പ്രസൻസ് with his people and his covenantal relation with us. ക്രൈസ്തവ ദർശനമനുസരിച്ച് ദൈവം നമുക്ക് ഇമ്മാനുവേലായി തീർന്നു. മാത്രമല്ല, നമ്മെ തന്റെ തിരുരക്തത്താൽ എന്നേക്കുമായി ഉടമ്പടി ചെയ്ത് സ്വന്തമാക്കി നമ്മുടെ ഉള്ളിൽ കൂടാരമടിച്ചു വസിക്കുന്ന ദൈവത്തെ നാം ധ്യാനിച്ചറിയണം. ദൈവനാമവും ദൈവവചനവും നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു വസിക്കുന്ന ദൈവമഹത്വവും ദൈവത്തിന്റെ പരിശുദ്ധ വിശ്വസ്തതയും ഒക്കെ കേന്ദ്രീകരിച്ചുള്ള ഒരു ദൈവ ദർശനവും അതിനനുസൃതമായ ജീവിത ശൈലിയുമാണ് ഇത് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ദൈവമായ കർത്താവിന്റെ അനന്ത സ്നേഹത്തെയും കരുണയെയും നമ്മോട് കാട്ടുന്ന അവിടുത്തെ വിശ്വസ്തതയും നമുക്ക് നിരന്തരം ധ്യാന വിഷയമാക്കാം. ദൈവമായ കർത്താവിന്റെ പരമാധിപത്യത്തെ നമുക്ക് വാഴ്ത്തി പുകഴ്ത്തുകയും അവിടുന്ന് ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി ചെയ്യാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളെ പ്രതിയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തോട് തങ്ങൾക്കുള്ള കടപ്പാട് അനുസ്മരിക്കുകയും ചെയ്യണം. അതായത് ദൈവാനുഭവത്തിൽ നിന്ന് ദൈവാരാധനയിലേക്ക് ഉയരുന്ന ശൈലി. ദൈവാനുഭവത്തിൽ നിന്ന് ദൈവാരാധനയിലേക്കും പ്രേക്ഷിത തീഷ്ണതയിലേക്കും വളരാൻ നിരന്തരം നാം ധ്യാനിക്കണം. ഇപ്രകാരമുള്ള നിരന്തരമായ വചന വിചിന്തനവും ധ്യാനവും പരിശുദ്ധ കുർബാനയിലുള്ള സജീവമായ പങ്കാളിത്തവും നമ്മെ നിത്യനവമായ പെന്തക്കോസ്തി അനുഭവത്തിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളെക്കുറിച്ച് കൂടെ ഇത്തരുണത്തിൽ നമുക്ക് ധ്യാനിക്കാം. ആത്മ അഭിഷേകം സിദ്ധിച്ചവരായി, ആത്മാവിന്റെ വരദാനങ്ങൾ നിറഞ്ഞവരായി കർത്താവിന്റെ ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ എങ്ങനെ സാധിക്കുമെന്നും അങ്ങനെ നവമായ ഒരു പെന്തക്കോസ്തി അനുഭവത്തിലേക്ക് എങ്ങനെ നമുക്ക് വളരാൻ സാധിക്കുമെന്നും നമുക്ക് ധ്യാന വിഷയമാക്കാം. പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാണ് പെന്തക്കോസ്തി അനുഭവത്തിലേക്ക് വളരുന്നതിന് നമ്മെ സഹായിക്കുന്നത്. അരൂപിയും അദൃശ്യനുമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് എങ്ങനെ അറിയാനും അനുഭവിക്കാനും സാധിക്കും? പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ വഴിയും മനുഷ്യ ഹൃദയങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലുമുള്ള അവിടുത്തെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ വഴിയും നമുക്ക് അവിടുത്തെ തിരിച്ചറിയാനും അനുഭവിക്കാനും സാധിക്കും. സ്വന്തം വ്യക്തി ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സ്വീകരിച്ചു വളർന്ന് ആത്മഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് നാം അവിടുത്തെ സാക്ഷികളായി ജീവിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ എന്തെല്ലാമെന്ന് പറയുന്നു. കർത്താവിന്റെ ആത്മാവ് ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. 1 കൊരിന്ത്യോസ് 12:8-11 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെക്കുറിച്ചും വരങ്ങളെക്കുറിച്ചും കൂടുതൽ വിശദമായി പൗലോസ്ലീഹ പ്രതിപാദിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ 7 ദൈവഭക്തി, ദൈവഭയം, ആത്മധൈര്യം, ബുദ്ധി, അറിവ്, ജ്ഞാനം, ആലോചന. ദൈവഭക്തിയാണ് ദൈവത്തോടുള്ള നമ്മുടെ ആത്മബന്ധം വ്യക്തമാക്കുന്നത്. ദൈവഭക്തി ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആരംഭമാണ്. 2 ദൈവഭയം. ദൈവഭയത്തെ 3 അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാം. 1 ദൈവത്തോടുള്ള ഭക്തിയിൽ നിന്നും ബഹുമാന ആദരവുകളിൽ നിന്നും ഉണ്ടാകുന്ന ഭയം. 2 ദൈവത്തിന്റെ സ്നേഹ ഹൃദയത്തെ ഏതെങ്കിലും വിധത്തിൽ വേദനിപ്പിക്കാൻ ഇടയാകുമോ,
എന്ന ഭയം. 3, പാപികൾക്കുണ്ടാകുന്ന ദൈവം ശിക്ഷിക്കുമെന്നോർത്തുള്ള ഭയം. ആദ്യത്തെ രണ്ടുമാണ് അഭിലഷണീയമായ ദൈവഭയം. അത് രണ്ടുമില്ലാത്തവർക്ക് പാപത്തിൽ നിന്ന് പിന്തിരിയുന്നതിന് മൂന്നാമത്തേതെങ്കിലും വേണം: ആത്മധൈര്യം. ഇത് നന്മ ചെയ്യുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഭയം പലപ്പോഴും നന്മ ചെയ്യുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കും. എന്നാൽ ആത്മധൈര്യം നന്മ ചെയ്യുന്നതിന് പ്രചോദനമരുളുകയും നമ്മെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ബുദ്ധി, അറിവ്, ജ്ഞാനം, ആലോചന എന്നീ 4 ദാനങ്ങളും ബൗദ്ധിക ദാനങ്ങളാണ്. ഇന്റലക്ച്വൽ ഗിഫ്റ്റ്. ഇതിൽ ബുദ്ധി അഥവാ നോളജ് ദൈവത്തെ അറിയുന്നതിന് നമ്മെ സഹായിക്കും. എന്നാൽ അണ്ടർസ്റ്റാൻഡിംഗ് അഥവാ അറിവ് ആശയപരമായ ബൗദ്ധിക അറിവിനപ്പുറത്ത് അനുഭവജ്ഞാനത്തിലേക്ക് വളരുന്നതിന് നമ്മെ സഹായിക്കും. ദൈവജ്ഞാനം ദൈവനിവേശിതമായ അറിവാണ്. ജ്ഞാനമാണ് ശരിയും തെറ്റും തിരിച്ചറിയുന്നതിനും ദൈവഹിതം തിരിച്ചറിയുന്നതിനും നമ്മെ സഹായിക്കുന്നത്. ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിന്റെ സൗഹൃദം നേടും. ജ്ഞാനത്തിന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം. ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിന്റെ മിത്രങ്ങളും പ്രവാചകരുമാകും. ജ്ഞാനം 7:27. ദൈവം എന്തിനേക്കാളുമുപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു എന്നാണ് ജ്ഞാനത്തിന്റെ പുസ്തകം 7:28 പറയുന്നത്. ജ്ഞാനത്തിന് സൂര്യനേക്കാൾ സൗന്ദര്യമുണ്ട്, അവൾ നക്ഷത്ര രാശിയെ അതിശയിക്കുന്നു. കർത്താവിന്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുകയും അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുകയും ചെയ്യുന്നവർക്ക് ജ്ഞാനം ലഭിക്കും. ജ്ഞാനത്തിന്റെ പുസ്തകം 6:11. ജ്ഞാനത്തെ സ്നേഹിക്കുകയും അവളെ തേടുകയും ചെയ്യുന്നവർ നിഷ്പ്രയാസം അവളെ കണ്ടെത്തും. തന്നെ അഭിലഷിക്കുന്നവർക്ക് വെളിപ്പെടാൻ അവൾ തിടുക്കം കൂട്ടുന്നു. ജ്ഞാനം 6:12-13 വാക്യങ്ങൾ. യഥാർത്ഥ ജ്ഞാനികൾക്കാണ് ആലോചന വരം ലഭിക്കുന്നത്. ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് ദൈവ തിരുഹിതം തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് വിവേചിച്ചറിയാനും ആത്മാക്കളെ വഴികാട്ടി നയിക്കാനുമുള്ള വരം ജ്ഞാനികൾക്കാണ് ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സ്വീകരിക്കുന്നതിന് നാം പ്രാപ്തരാകുന്നത് പുണ്യങ്ങളിലുള്ള വളർച്ചയിലൂടെയാണ്. പുണ്യങ്ങളിൽ വളരുന്നവർക്കാണ് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ തിരിച്ചറിയാനും സ്വീകരിക്കാനും കഴിയുന്നത്. പാപത്തിൽ കഴിയുന്നവർക്ക് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ തിരിച്ചറിയാനോ സ്വീകരിക്കാനോ കഴിയുകയില്ല. പുണ്യങ്ങളിലുള്ള വളർച്ച പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സ്വീകരിച്ച് അതിവേഗം വളരുന്നതിന് നമ്മെ സഹായിക്കും. വിശ്വാസം, പ്രത്യാശ, ഉപവി എന്നീ 3 ദൈവിക പുണ്യങ്ങളും വിവേകം, നീതി, മനസ്ഥൈര്യം, സംയമനം എന്നീ 4 സാൻമാർഗിക പുണ്യങ്ങളുമാണുള്ളത്. ഈ പുണ്യങ്ങളിൽ വളരുന്നതിന് ദൈവകൃപയും മനുഷ്യന്റെ സഹകരണവും പരിശ്രമവും അനിവാര്യമാണ്. 1 കൊരിന്ത്യർ 12:4 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹ പറയുന്നു: ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്നു തന്നെ. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്നു തന്നെ. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്കു വേണ്ടിയാണ്. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ ദൈവം നൽകുന്നത് പൊതു നന്മയ്ക്കാണ്. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ എല്ലാവർക്കും സ്വീകരിക്കാവുന്നതാണ്. വരങ്ങൾ പൊതു നന്മയ്ക്കു വേണ്ടി ദൈവം ചില വ്യക്തികൾക്ക് പ്രത്യേകം നൽകുന്നതാണ്. പൗലോസ്ലീഹ വിവിധ വരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. രോഗശാന്തി വരം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള വരം, പ്രവചിക്കാനുള്ള വരം, ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള കഴിവ്, ഭാഷാവരം, വ്യാഖ്യാനത്തിനുള്ള വരം. ഇങ്ങനെ ദൈവം തന്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക വരങ്ങൾ നൽകുന്നു. പരിശുദ്ധാത്മാവിന്റെ 7 ദാനങ്ങൾക്കും പുറമെ ഈ വിവിധങ്ങളായ വരങ്ങൾ ദൈവം സഭയുടെ വളർച്ചയ്ക്കു വേണ്ടി, മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി നൽകുന്നതാണ്. വരങ്ങളെക്കുറിച്ചും ദാനങ്ങളെക്കുറിച്ചും പറയുമ്പോൾ പൗലോസ്ലീഹ കൊറിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 28-ാം വാക്യം മുതൽ പറയുകയാണ്: ദൈവം സഭയിൽ 1-ാമത് അപ്പസ്തോലന്മാരെയും 2-ാമത് പ്രവാചകന്മാരെയും 3-ാമത് പ്രബോധകരെയും
തുടർന്ന് അത്ഭുത പ്രവർത്തകർ, രോഗശാന്തി നൽകുന്നവർ, വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നവർ എന്നിവയെയും നിയമിച്ചിരിക്കുന്നു. എല്ലാവർക്കും അത്ഭുതം പ്രവർത്തിക്കാനോ രോഗശാന്തി വരമോ ദൈവം നൽകുന്നില്ല. വിവിധ വരങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം 1 കൊരിന്ത്യർ 12:31 ശ്ലീഹ പറയുകയാണ്, ഉത്കൃഷ്ടമായ ദാനങ്ങൾക്ക് വേണ്ടി തീഷ്ണമായി അഭിലഷിക്കുവിൻ. ഉത്തമമായ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഉത്തമമായ മാർഗം സ്നേഹത്തിന്റെ മാർഗമാണെന്നാണ് 1 കൊരിന്ത്യർ 13 ശ്ലീഹ പറയുന്നത്. സ്നേഹം സർവോത്കൃഷ്ടമാണ്. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല, അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു, സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും ക്ഷമിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രവചനങ്ങൾ കടന്നുപോകും, ഭാഷകൾ ഇല്ലാതാകും, വിജ്ഞാനം തിരോഭവിക്കും. നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ്. പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കും. സ്നേഹമാണ് സർവോത്കൃഷ്ടം. പ്രവചനവരത്തെക്കുറിച്ചും ഭാഷാവരത്തെക്കുറിച്ചും തുടർന്ന് 14 ശ്ലീഹ വ്യക്തമായി പറയുന്നു. പ്രവചനവരത്തിന് ശ്ലീഹ കൂടുതൽ പ്രാധാന്യം നൽകുന്നു. പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ ലഭിക്കുന്നവർ കൂടുതൽ സമൂഹത്തിൽ ആദരണീയരായി കരുതപ്പെടുന്നുണ്ട്. വരങ്ങളാണ് പ്രധാനപ്പെട്ടതെന്ന് പലരും ധരിക്കുന്നു. യാഥാർത്ഥ്യം അങ്ങനെയല്ല. പലപ്പോഴും പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ ലഭിക്കുന്നവർ അഹങ്കാരികളായി തീരാറുമുണ്ട്. എന്നാൽ ദൈവിക പുണ്യങ്ങളിൽ നിറഞ്ഞ്, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നിറഞ്ഞ്, ആത്മഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി ജീവിക്കുന്നവരുടെ സാന്നിധ്യം സാധാരണഗതിയിൽ തന്നെ ചുറ്റും ദൈവചൈതന്യം പ്രസരിപ്പിക്കും. യാതൊരു അത്ഭുതവും മറ്റുള്ളവർ കാണുകെ അവരിലൂടെ സംഭവിക്കുന്നില്ല. പുണ്യങ്ങളിൽ വളർന്ന് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാൽ നിറഞ്ഞ വ്യക്തികളിലൂടെ ദൈവം ഒത്തിരി നന്മ പ്രവർത്തിക്കും. അവരുടെ പേരില് ഈ നന്മ അറിയപ്പെട്ടെന്നും വരില്ല. അവരുടെ ജീവിതത്തിലൂടെ നിരവധി നന്മകൾ ദൈവം പ്രവർത്തിക്കും. ആധ്യാത്മിക വളർച്ചയുടെ ലക്ഷണങ്ങൾ വരങ്ങളാണ് എന്ന് ധരിക്കുന്നവരുണ്ട്. അല്ല, നിശബ്ദരായി ആരാലും അറിയപ്പെടാതെ നിരവധി നന്മ ചെയ്തു പോകുന്ന അനേകരുണ്ട്. മനുഷ്യരുടെ മുന്നിൽ അവരുടെ നന്മകൾ അംഗീകരിക്കപ്പെട്ടെന്ന് വരില്ല. പക്ഷെ അവരിലൂടെ ദൈവം നിർവഹിക്കുന്ന പ്രവൃത്തികൾ നിരവധിയാണ്. അതുകൊണ്ട് പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ ഉത്കൃഷ്ടമായ ദാനങ്ങൾക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. പുണ്യങ്ങളിൽ വളർന്ന് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാൽ അലങ്കൃതമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് വീരോചിത പുണ്യത്തിൽ വളരാനും ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കാനും നമുക്ക് പരിശ്രമിക്കാം. സർവശക്തൻ അതിനായി നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.